सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्परां सकलनिगमगीतां ब्रह्मविद्यां विशुद्धां निजगुरुरमणेष्टां शङ्कराचार्यकुष्ठां दतति करुणया ये प्रौढगम्भीरवाचा रमणचरणतीर्थान् देशिकान्तान् नमामः। हृदयकुहरमध्ये केवलं ब्रह्ममात्रं हि अहमहमिति साक्षादात्मरूपेण भाति। हृदि विषमनसा स्वं चिन्वदामज्जदा वा पवनचलनरोधादात्मनिष्ठो भवत्वम्। न भूमिर्न तोयं न तेजो न वायुः न खं नेन्द्रियं वा न तेषां समूहः। अनैकान्तिकत्वाद् सुषुप्त्यैकसिद्धः तदेको वशिष्ठः शिवः केवलोऽहम्। വേദാന്തസാരത്തെ വളരെയധികം ലളിതമായിട്ട് നമ്മുടെ മുന്നിൽ 8 വയസ്സായ ഒരു ബാലൻ സ്വാത്മ അനുഭൂതി തൻ്റെ ഗുരുവിൻ്റെ മുമ്പിൽ പാദ നമസ്കാരത്തോടു കൂടി സമർപ്പിച്ച് വളരെ അത്ഭുതമായ ഒരു കൃതിയാണ് ദശശ്ലോകി അഥവാ നിർവാണ ദശകം. ഈ 10 ശ്ലോകത്തിലൂടെയും നിഷേധാത്മകമായിട്ടുള്ള അനാത്മ വസ്തുക്കളൊക്കെ നിഷേധിച്ച് സർവത്തിനെയും നിഷേധിച്ചാലും ഏതൊന്നു മാത്രമാണോ അവശേഷിക്കുന്നതായിട്ടുള്ള ആ സംവിത്ത്, ആ ബോധം, ആ ശിവം, അത് തന്നെയാണ് എൻ്റെ സ്വരൂപം. അജ്ഞാനത്തിൽ നമ്മൾ കരുതും എൻ്റെ ശരീരം ഞാനാണ്. നമ്മളൊക്കെ പറയണത് എൻ്റെ ശരീരം എന്നാണ്. ആരും ഞാൻ ശരീരം എന്ന് പറയണില്ല. ഇൻഫാക്ട് ശരീരം ഈസ് നോട്ട് സേയിങ്, ദ ബോഡി ഈസ് നോട്ട് സേയിങ് എനിത്തിങ് ദാറ്റ് ഐ ആം. We only saying that. We means inside one aham vritti, that is saying, that thought itself is saying I am the body. അതുകൊണ്ട് തത്വത്തെ ദർശിച്ചതായിട്ടുള്ള ജ്ഞാനികളും ഉപനിഷത്തും ശാസ്ത്രവും ഒക്കെ പറയണു, നീ ശരീരമല്ല. ന ഭൂമിഹി ന തോയം ന തേജോ ന വായു ന ഖം. പഞ്ചഭൂതങ്ങളൊന്നും നീയല്ല. നമുക്കൊക്കെ അറിയാം, the environment is made up of 5 elements. പഞ്ചഭൂത നിർമ്മിതമാണ് ഈ പ്രപഞ്ചവും ഈ ലോകവും ഒക്കെ. ലോകം എന്ന വാക്കിന് ലോക്യത ഇതി ലോകഃ. ഏതിനെയാണോ കാണപ്പെടുന്നത് അതിനെയാണ് നമ്മൾ ലോകം എന്ന് പറയുന്നത്. അപ്പോൾ കാണുന്നവൻ ആ ലോകത്തിൽ പെടില്ല. കാരണം അവനാണ് അതിൻ്റെ സാക്ഷി, ലോകത്തിന് സാക്ഷിയായി നിൽക്കണവൻ. അവനോ കേവലം പഞ്ചഭൂത നിർമ്മിതമായിട്ടുള്ള ലോകത്തിനോട് സംബന്ധമേ ഇല്ലാതിരിക്കണം. ലോകമൊക്കെ പോയി സുഷുപ്തി നിലയിൽ, നല്ല ഡീപ്പ് സ്ലീപ്പിൽ നമ്മൾ കണ്ടതും കേട്ടതുമായിട്ടുള്ള സർവ്വലോകങ്ങളും പോയി ഉപശമിക്കണം. ഉപനിഷത്ത് അങ്ങനെ തന്നെ നമുക്ക് നിരൂപണം തരണു. പ്രപഞ്ച ഉപശമം ഏകാത്മപ്രത്യയസാരം. പ്രപഞ്ചം ഉപശമിക്കണം.
പ്രപഞ്ചം എവിടെ നിന്നോ അവിടെ പോയി അസ്തമിച്ചു. സ്ക്രീനിൽ സിനിമ കണ്ടതുപോലെ ആ സിനിമ ആ സ്ക്രീനിൽ ഒടുങ്ങി. സ്ക്രീനും സിനിമയും തമ്മിൽ ഒരു സംബന്ധവുമില്ല. ചിലപ്പോൾ രാമായണം വരും, അതേ ടൈമിൽ ആഡ് വരും, അതേ ടൈമിൽ വൃത്തികെട്ടതും വരും, അടിച്ചുപൊളി പാട്ടും ഒക്കെ വരും അല്ലേ? അപ്പോൾ സ്ക്രീൻ അതിനെ ഒന്നും ബാധിക്കാത്തതുപോലെ, നിത്യസിദ്ധമായിട്ടിരിക്കണത് പോലെ, നമുക്ക് കുറച്ചും കൂടെ നമുക്ക് അറിയാൻ പറ്റുന്ന രീതിക്ക് പറഞ്ഞാൽ നോൺ സ്റ്റിക്ക് പാൻ ഉണ്ടല്ലോ. ഇപ്പോൾ ദോശ തവ ഒക്കെ ഉണ്ട്. ദോശ ഉണ്ടാക്കുന്ന ദോശക്കല്ല്, നോൺ സ്റ്റിക്ക് ദോശക്കല്ലൊക്കെ നോക്കിയാൽ അറിയാം, എത്ര മാവ് ഒഴിച്ചാലും അത് വലിയൊരു ജീവൻ മുക്തൻ, ഒന്നും അതിൽ ഒട്ടിപ്പിടിക്കുകയില്ല, ഒരു അറ്റാച്ച്മെൻറ്റും ഇല്ല അല്ലേ? എണ്ണ ഒഴിച്ചാലും ശരി, എണ്ണ ഒഴിച്ചില്ലെങ്കിലും ശരി, ഒട്ടിപ്പിടിക്കുകയില്ല. അതുപോലെ നമ്മൾ ഇരിക്കണം. ഇതിനോടുള്ള ഒട്ടലാണ് ദ പ്രൈമൽ ഇഗ്നറൻസ്. ഞാൻ ഇതാണെന്ന് ധരിക്കണം. ദാറ്റ് ധാരണ ഇറ്റ്സെൽഫ് ഈസ് അജ്ഞാനം, അധ്യാസം എന്ന് ആചാര്യസ്വാമികൾ പറയുന്നത്. ദാറ്റ് പ്രൈമൽ ഇഗ്നറൻസ്. നമ്മുടെ കണക്കിൻ്റെ സൊല്യൂഷൻ നമുക്ക് കിട്ടാത്തതിൻ്റെ കാരണം ഫസ്റ്റ് സ്റ്റെപ്പേ തെറ്റിപ്പോയിരിക്കണം. കണക്കൊക്കെ അറിയാം, ഫസ്റ്റ് സ്റ്റെപ്പ് തെറ്റിയാൽ പിന്നെ ആൻസർ വിൽ നോട്ട് ഗെറ്റ് ദി ആൻസർ. അപ്പോൾ സോൾവ് ചെയ്യണമെങ്കിൽ ദ ഫസ്റ്റ് ഇക്വേഷൻ ഷുഡ് ബി റൈറ്റ്. അത് പക്ക ആയിരിക്കണം. അപ്പം നമുക്ക് എന്താ കുഴപ്പമെന്ന് വെച്ചാൽ, ആദ്യം തന്നെ നമുക്ക് വലിയൊരു തെറ്റാണ് സംഭവിച്ചിരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഈ ശരീരം എന്ന് കരുതണം. മഹർഷി ഉള്ളപ്പോഴേ മഹർഷിയുടെ അടുത്ത് വൈകുന്നേരമൊക്കെ പാരായണത്തിരട്ടിൽ പല പാട്ടുകളൊക്കെ പാടുമ്പോഴും രമണ സദ്ഗുരു രമണ സദ്ഗുരു രമണ സദ്ഗുരു രായരേ രമണ സദ്ഗുരു രമണ സദ്ഗുരു രമണ സദ്ഗുരു രായരേ. ഈ പാട്ട് പാടുമ്പോൾ മഹർഷി കൂടെ ഇരുന്ന് പാടും. അപ്പോൾ ഒരാൾ ചോദിച്ചു, ഭഗവാനെ പറ്റി പാടണത് ഭഗവാനും കൂടെ ആയിട്ട് പാടണമല്ലോ. അപ്പോൾ ഭഗവാൻ ചോദിച്ചു, ഓ രമണൻ എന്ത് ഉടമ്പാ, രമണൻ എന്ന് പറഞ്ഞാൽ ഈ ശരീരമാണോ എന്ന് ചോദിച്ചു. അത് അരുണാചലം പോയി. ഹി കൺസിഡേർഡ് ഹിസ് നെയിം ആസ് അരുണാചല. ഭഗവാൻ രമണ എന്ന് വിളിച്ചാലും വെങ്കട്ടരമണ എന്ന് വിളിച്ചാലും ഓയ് എന്ന് വിളിച്ചാലും എല്ലാം ആ അരുണാചലനാണ് എന്നാണ് കരുതുന്നത്. ദാറ്റ് ഭാവ അദ്വൈതം, ദാറ്റ് ഈസ് ഭാവാദ്വൈതം. അല്ലെങ്കിൽ ഞാനും ഗുരുവും വേറെയല്ല എന്നുള്ളൊരു ഭാവം ശരീരത്തിനോട് പറ്റേയില്ല. ഞാൻ രമണ മഹർഷി, ഞാൻ ഈ ശരീരത്തിനൊരു നാമം രൂപം ഒക്കെ ഉണ്ട് എന്നൊരു പറ്റൊന്നുമില്ല. ഒരു നാൾ ഒരാൾ വന്ന് ചോദിച്ചു, രമണ മഹർഷി ആരാന്ന് മഹർഷിയുടെ അടുത്ത് തന്നെ ചോദിച്ചു. മഹർഷി വഴിയിൽ ദണ്ഡപാണി സ്വാമി കുളിച്ചിട്ട് വരെയായിരുന്നു കാണിച്ചു കൊടുത്തത്. ഇവർ പോയി ആ സ്വാമിയെ നമസ്കാരം ചെയ്യണു, വീണ് നമസ്കാരം ചെയ്യണു, ഒക്കെ ചെയ്യണു. അവസാനം ദണ്ഡപാണി സ്വാമി വന്നിട്ട് ചോദിച്ചിട്ട്, എന്നത്തുക്ക് ഭഗവാനെ എങ്കിട്ട മാറ്റി വിട്ടത്, എന്നത്തുക്ക് ഭഗവാനെ അവരെ എങ്കിട്ട വിട്ടത്. പിന്നെ എന്നെ പൊറുത്തവരെ എല്ലാം മഹർഷി താൻ. എന്നെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഉള്ള എല്ലാ മഹർഷിയാണ്. പോരാത്തതിന് നിങ്ങൾ അടുക്കളയിൽ പോയിട്ട് നോക്കൂ, പ്ലേറ്റിൽ എന്താ എഴുതി വെച്ചിരിക്കുന്നത്? രമണ മഹർഷി എന്ന് എഴുതി വെച്ചിരിക്കുന്നത്. ഇപ്പൊ രമണൻ എന്ന് പറഞ്ഞാൽ ഈ ശരീരം എന്നൊരു പറ്റൊന്നുമില്ല. അപ്പോൾ നാമം രൂപം ഒക്കെ ഞാൻ എന്ന് കരുതണു. ദാറ്റ് ഈസ് അജ്ഞാനം. ആ അജ്ഞാനം അങ്ങോട്ട് മാറുക. ഇതിൽ ആരംഭിക്കും നമുക്ക്. ഇത് നാമം, ഇത് രൂപം. ആ രൂപം വെച്ചിട്ട് ചിലർ വിചാരിക്കും ഇയാൾ ഇന്ന ജാതിയായിരിക്കും. ഇനി നാമം, പേര് കേൾക്കുമ്പോൾ വിചാരിക്കും, ഓ ഇവര് വന്ന് ആചാരമായിട്ടുള്ള ജാതിയിലുള്ള ആളാണ്. നാമം രൂപം ഒക്കെയും നമ്മുടെ വേഷവിധാനങ്ങളൊക്കെ കണ്ടിട്ട് നമ്മുടെ വെളിയിലൂടെ എക്സ്റ്റേണലി കുറച്ച് കാര്യം കൂടെ വരും. നമ്മളൊരു ചിന്തിക്കും, ഇവർ ഇന്ന ആളായിരിക്കും. അതും ഒരു അധ്യാസമാണ്. ഇവർ ഇന്ന വർണ്ണത്തിൽ പെട്ടതാണ്. ഇറ്റ് ഈസ് ഓൾ
കമ്മിങ് ഫ്രം ദി പ്രൈമൽ ഇഗ്നറൻസ് ദാറ്റ് ഐ ആം ദി ബോഡി. ഞാൻ ശരീരം എന്നുള്ളൊരു ഇഗ്നറൻസ് വെച്ചിട്ടാണ് എന്നിൽ നിന്നും അന്യമായിട്ടുള്ളവർക്കും ബോഡി ഉണ്ട്. എന്നെ വെച്ചിട്ട് ഞാൻ മറ്റുള്ളവരെ ഐഡന്റിഫൈ ചെയ്യും. ആൻഡ് വി വിൽ റെഫർ ദി ശാസ്ത്ര ഓൾസോ. അപ്പോൾ ഈ അജ്ഞാനത്തിൻ്റെ ഒരു പടലം തന്നെ വരും. അതാണ് രണ്ടാമത്തെ ശ്ലോകത്തിൽ ശങ്കരാചാര്യർ പറഞ്ഞിരിക്കുന്നത്. നവർണാശ്രമാചാരധർമാഃ ന മേധാരണാധ്യാനയോഗാതയോപി അനാത്മാശ്രയാഹം മമാദ്യാസഹാനാത് തതേകോ വശിഷ്ഠ ശിവ കേവലോഹം. നവർണ, ഞാൻ ഒരു വർണ്ണത്തിലും പെട്ട ആളല്ല. ഇന്ന വരണം ഇന്ന വരണം ഇന്ന വരണം. നമ്മൾ ബോഡിയിൽ മാത്രമായിരിക്കും നമുക്ക് പറ്റുമെന്ന് വിചാരിക്കും. ബോഡിക്ക് ഉപരി എക്സ്റ്റേണലി ഇരിക്കണതിലും നമ്മൾ പോയി അഭിമാനം വയ്ക്കും. നമ്മൾ പോയി ചിത്തവൃത്തിയെ പ്രതിഷ്ഠിക്കും, അല്ലേ? ഉള്ളില് പ്രതിഷ്ഠ എവിടെ വയ്ക്കണം? ആത്മനിഷ്ഠനാവാതെ ചിത്തം പോണതിൽ പോയി പ്രതിഷ്ഠിക്കും. ഈ മനസ്സ് പോണതിൽ പോയി പ്രതിഷ്ഠ വയ്ക്കും. എന്താന്ന് വെച്ചാൽ, ഞാൻ ഇന്ന കുലത്തിൽ ജനിച്ചു, ഞാൻ ഇന്ന വർണ്ണം, ഞാൻ ഇന്ന വർണ്ണത്തിൽ പെട്ട ആളാണ്, ഇതിലൊരു അഭിമാനം വയ്ക്കും. ഇപ്പം ആരെങ്കിലുമൊക്കെ നമ്മളെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ, ഇപ്പം നമുക്ക് പൊതുവിൽ വ്യവഹാരം ചെയ്യണമെങ്കിൽ ഈ വർണ്ണമൊന്നും ഇല്ലാതിരിക്കാൻ പറ്റില്ല. സ്കൂളിൽ ചേർക്കുമ്പോൾ കാസ്റ്റ് എഴുതണം, നാമമോ പേരോ ഒന്നും ഇല്ലാതെ നമുക്ക് വ്യവഹരിക്കാൻ പറ്റില്ല. ഇന്നത്തെ കാലം അങ്ങനെയാണ്. അല്ലാതെ എവിടെയെങ്കിലും ഒരു വ്യവഹാര സ്ഥലത്ത് പേരോ ഒരു ഫോമോ എന്തെങ്കിലും ഫില്ല് ചെയ്യുന്ന സമയത്ത് പോയിട്ട് നാഹം മനുഷ്യോ ന ചദേവ യക്ഷ ന ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യശൂദ്രാഹ പറഞ്ഞാൽ ശരിയാവില്ല. അവിടെ നമ്മൾ അധ്യാസമില്ലാതെ വ്യവഹരിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് ആചാര്യസ്വാമികൾ തന്നെ പറഞ്ഞു തന്നിരിക്കുന്നു, വ്യാവഹാരികമായിട്ടുള്ള സത്യത്തെ നീ ചെയ്തോളൂ. എങ്ങനെ ചെയ്യണം? ബ്രഹ്മനിഷ്ഠനായിട്ട്. നിന്റെ ലക്ഷ്യം പാരമാർത്ഥികമാണ്. പാരമാർത്ഥികമായിട്ടുള്ള ലക്ഷ്യത്തെ മുന്നിൽ വെച്ചുകൊണ്ട് വ്യാവഹാരികമായിട്ടുള്ള ലക്ഷ്യപൂർത്തി ഒക്കെ ചെയ്തോളൂ, ഒന്നും പ്രശ്നമില്ല. പക്ഷെ അതിനോട് ഒരു അറ്റാച്ച്മെന്റ് വരാൻ പാടില്ല. സംഗം ത്യക്ത്വാ ധനഞ്ജയ, കൃഷ്ണൻ അതാണ് പറയുന്നത്. സംഗം ത്യക്ത്വാ, എങ്ങനെ? യോഗസ്ഥ കുരു കർമാണി, യോഗാവസ്ഥയിൽ ഇരുന്നിട്ട് നീ കർമ്മം ചെയ്യും. അവിടെ നീ ഇന്ന ജാതിയിൽ പെട്ടതാണ്, ഇന്ന വർണ്ണത്തിൽ പെട്ടതാണ്, എനിക്ക് ഇന്ന ഗുണങ്ങളുണ്ട്, എൻ്റെ കുടുംബം പേര് കേട്ടതാണ്, ഓക്കെ. അതുകൊണ്ട് എന്താ ഫലം? കിം ഘോരശമനം. ഞാൻ അതാണ് ഇതാണ് ഇതാണ് അതാണെന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം കിം ഘോരശമനം. ഈ തർക്കമൊക്കെ വെച്ചിട്ട് യമൻ വന്ന് മുന്നിൽ നിന്നാൽ വാട്ട് വി വിൽ ഡു? ഞാൻ ഇന്ന വർണ്ണമാണെന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? യമൻ വിൽ ടേക്ക് എവറിത്തിങ്, സ്പോട്ടിൽ കൊണ്ടുപോകും. ഇത്തൈ മെയ്യன்று ശരീരം എൻറും അഴിയും ഈ കായം. എന്നാണെങ്കിലും ഈ ശരീരം ഇല്ലാതായി പോകും. ഇതേ മെയ്യன்று നിനൈത്ത്, ഇതിനെ സത്യമെന്ന് കരുതിയിരുന്നാൽ വി വിൽ സഫർ. കിം ഘോരശമനം. നമുക്ക് എവിടെ ഘോരശമനം? എവിടെ യമൻ വന്നാൽ നമുക്ക് ശമനമുണ്ട്? എവിടെ യമൻ ഈ ശരീരത്തിനെ കൊണ്ടുപോകും? ദാറ്റ് വിച്ച് ഇസ് നോട്ട് ഐ ആം. ഞാൻ ഈ ശരീരമേ അല്ല. പിന്നെ യമൻ വന്നാൽ എന്താ പ്രോബ്ലം? നമ്മളെ ബാധിക്കണില്ല, വേറെ നിയമങ്ങളോ ഒന്നും നമ്മളെ ബാധിക്കണില്ല. ഞാൻ ശരീരമല്ല, ഞാൻ ആത്മാവാണ് എന്ന് ആര് അറിയണോ അവന് പിന്നെ കർമ്മങ്ങളൊന്നുമില്ല. അല്ലാതെ ഏതെങ്കിലുമൊക്കെ ക്ലാസ്സിൽ പോയിട്ട് ഞാൻ ആത്മാവെന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ വ്യവഹരിക്കാമെന്ന് വിചാരിച്ചാൽ വി വിൽ ബി ഇൻ മഹാഗർത്ത. വിഷ്ണു സഹസ്രനാമത്തിൽ ഭഗവാൻ ഒരു നാമമാണ് മഹാഗർത്ത. വലിയൊരു പടുകുഴിയിൽ പോയി വീഴും. അപ്പം അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ ബ്രഹ്മനിഷ്ഠമായിട്ടിരുന്ന് കർമ്മം ചെയ്യണം. അതിൽ വർണ്ണത്തിനെയോ വേറൊന്നിനെ നമ്മൾ കരുതേ വേണ്ട, അല്ലേ?
വർണ്ണം എന്ന വാക്കിന് നോക്കൂ, ഈ വർണ്ണം ഒക്കെ എന്തിനാ വന്നിരിക്കണമെന്ന് വെച്ചാൽ നമ്മളൊരു ജാതി എന്ന് മാത്രം നമ്മൾ കരുതുമ്പോൾ ഇവിടെ എന്തിനാ ജാതിയെ പറഞ്ഞിരിക്കണത് എന്ന് ചോദിക്കും. ഇത് ജാതിയൊന്നുമല്ല. ഇപ്പൊ നമ്മൾ ഒരാൾ ഡോക്ടർ ആണെങ്കിൽ കൂടെയും ഡോക്ടർമാരെ ആരെങ്കിലുമൊക്കെ കുറ്റം പറഞ്ഞാലും ഹി ഓൾസോ വിൽ ഹെർട്ട്, ഹി ഓൾസോ വിൽ ഗെറ്റ് ഹെർട്ട് അല്ലേ? ആരെങ്കിലുമൊക്കെ കുറ്റം പറഞ്ഞാലും ഡോക്ടർ സമൂഹം അല്ലെ, ഒരു ഡോക്ടറിന് എന്തെങ്കിലും പറ്റിയ ഒരു സമൂഹമായിട്ട് ഡോക്ടർ മുഴുവൻ സമരത്തിന് വരണു അല്ലേ? ഏതെങ്കിലും ഒരു രാഷ്ട്രീയക്കാരന് ഒരു അടി കിട്ടിയാൽ ആ രാഷ്ട്രീയക്കാർ മുഴുവൻ ഇറങ്ങി വന്ന് സമരം ചെയ്യണു. എന്താന്ന് വെച്ചാൽ അഭിമാനം. ഇതാണ് വരണം. ഞാൻ എൻ്റേത് എന്നൊരു ഭാവം, ഞാൻ ഇതിൽ പെട്ടതാണ് എൻ്റേത്. ഇത് പലർക്കുണ്ട്, പല തരത്തില്. നല്ല പാട്ട് പാടുന്ന ആള്, പാട്ട് പാടുന്നവരൊക്കെ കള്ളന്മാരാണെന്ന് പറഞ്ഞാൽ ഹി വിൽ ഓൾസോ ഗെറ്റ് ഹേർട്ട്. പൂജാരിമാരെല്ലാം കള്ളന്മാരാണെന്ന് പറഞ്ഞാൽ പൂജ ചെയ്യണവനെല്ലാം അതിന് ബാധ്യസ്ഥരാവണമില്ല. ചിലരെ ഒന്നും ബാധിക്കാത്തതുപോലെ ഇരിക്കണു, ആ കള്ളന്മാരാണ്, ശരി, ഒത്തുകൊടുക്കും. രമണ ഭഗവാന്റെ അടുത്ത് വന്നിട്ട് പറയണു, ഇത് വേദമൊന്നുമില്ല, എല്ലാം വെറുതെയാണ്, എല്ലാം വെറും കള്ളം, പച്ചക്കള്ളം, ദൈവമൊന്നുമില്ല, ആളുകളെ പറ്റിക്കുന്നതാണ്. അപ്പൊ ഭഗവാൻ പറഞ്ഞു, അതെ, കറക്റ്റാണ്. അപ്പൊ ഇദ്ദേഹം വിചാരിച്ചു, ഇതെന്ത് സ്വാമി, ഇത് ഒന്നിനോട് എതിർക്കണില്ല. അപ്പൊ സ്വാമി മഹർഷി ചോദിച്ചു, നീ ഇരിക്കോ, നീ ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാനുള്ളത് കൊണ്ടല്ലേ പറയണത്. ആ നീ ആരെന്ന് പാരു, ആ നീ ആരെന്ന് വിചാരം ചെയ്യൂ. അങ്ങനെ നോക്കിയാൽ ഞാൻ എന്ന് പറയണത് ഈ ശരീരത്തിലെ ഒരു ഭാഗവും ഞാനെന്ന് പറയണില്ല, ഈ വർണ്ണങ്ങളൊന്നും ഞാനെന്ന് പറയണേയില്ല. നമ്മളാണ് ഈ വർണ്ണം ഞാൻ എന്ന് പറയണത് അല്ലേ? ഉറങ്ങിക്കഴിഞ്ഞാൽ ഡീപ് സ്ലീപ്പില് അവൻ ബ്രാഹ്മണനെന്നോ ക്ഷത്രിയനെന്നോ വൈശ്യനെന്നോ ശൂദ്രനെന്നോ ഡോക്ടർ എന്നോ പേഷ്യൻ്റ് എന്നോ ഉണ്ടോ? അവിടെ എല്ലാ വേഷത്തെയും നമ്മൾ അഴിച്ചു വെച്ചിട്ട് അവിടെ എന്തുണ്ട്? സുഖം, ശാന്തി ഉണ്ട്, നല്ല ശാന്തി ഉണ്ട്. അപ്പോൾ വ്യവഹാരത്തിലാണ് നമ്മൾ വർണ്ണം ഒക്കെ ഇഞ്ചക്ട് ചെയ്യണത്. നമ്മുടെ നിജസ്വരൂപത്തില് അവിടെ ചാണ്ടാളോസ്തു സതുദ്വിജോസ്തു, അവിടെ ചണ്ടാളനായിക്കോട്ടെ ബ്രാഹ്മണനായിക്കോട്ടെ അവിടെ എല്ലാവരും ഒരേ ഒരു ചിത് സുഖമാണ് അനുഭവിക്കുന്നത്. അതുകൊണ്ട് നവർണ നവർണാശ്രമാചാരധർമാ, നവർണാശ്രമം, ഞാൻ ഒരു വർണ്ണാശ്രമത്തിലും പെട്ട ആളല്ല. നോക്കൂ, ഇതാരാ പറയണത്? ശങ്കരാചാര്യർ. ശങ്കരാചാര്യര് സന്യസിക്കണം എന്ന് പറഞ്ഞിട്ട്, സന്യസ്തോഹം എന്ന് പറഞ്ഞിട്ട് കാവ്യ അണിഞ്ഞിട്ട് പോയ ആളാണ്. ഒരു കുട്ടി, 8 വയസ്സായ കുട്ടി, നവർണാശ്രമാചാരധർമാ, ഞാൻ ഒരു വർണ്ണാശ്രമത്തിലും പെട്ടതല്ല, 4 വർണ്ണം ഉണ്ട് അല്ലേ? പൊതുവിൽ നമുക്കൊക്കെ അറിയാം, ഒന്ന് ബ്രഹ്മചര്യം, ഒന്ന് ഗൃഹസ്ഥാശ്രമം, ഒന്ന് വാനപ്രസ്ഥാശ്രമം, ഒന്ന് സന്യാസാശ്രമം. That Shankaran is included in that sannyasashramam, but he is saying, I am not sannyasi. ഞാൻ ഒരാശ്രമത്തിലും പെട്ട ആളല്ല. ഇൻഫാക്ട് ഒരാശ്രമവും ഞാനല്ല, ഒരു വർണ്ണാശ്രമവും ഞാനല്ല. ഭഗവാൻ രമണ മഹർഷിയുടെ അടുത്ത് തന്നെ കാവ്യകണ്ഠ ഗണപതി മുനി ചോദിക്കുകയാണ്. അപ്പോൾ വർണ്ണാശ്രമങ്ങൾ ഓരോന്നായിട്ട് ഭഗവാൻ പറഞ്ഞു കൊടുക്കണു. ബ്രഹ്മചര്യം എങ്ങനെ ഇരിക്കണം, വാനപ്രസ്ഥം എങ്ങനെ ഇരിക്കണം, ഗൃഹസ്ഥൻ എങ്ങനെ ഇരിക്കണം എന്ന് പറഞ്ഞു നിർത്തി. അപ്പോൾ വീണ്ടും വീണ്ടും കാവ്യകണ്ഠ ഗണപതി മുനി ചോദിക്കുകയാണ്, സന്യാസാശ്രമം തുരീയാശ്രമം കഹ, തുരീയാശ്രമത്തെ പറ്റി പറയൂ, തുരീയാശ്രമം എന്ത് എന്ന് ചോദിച്ചപ്പോൾ തുരീയാശ്രമം കാലേ സ്വയമേവ ഭവിഷ്യതി, തുരീയാശ്രമം കാലേ സ്വയമേവ ഭവിഷ്യതി, അത് സ്വയമേവ ആയിത്തീരണമെന്നല്ലാതെ ദർ ഈസ് നോ ബൗണ്ടറീസ്. സന്യാസാശ്രമം എന്ന് പറഞ്ഞ ആശ്രമമൊന്നുമില്ല. ജസ്റ്റ് ഫോർ അവർ സെൽഫ് വി ആർ സേയിങ് ഇറ്റ് സന്യാസി. ദർ ഈസ് നോ അതിവേലം എന്ന് വിവേക ചൂടാമണിന് ആചാര്യസ്വാമികൾ തന്നെ വ്യാഖ്യാനിച്ചു. അതിവേലം, നിഷ്കലം, അതിവേലം, വേലിയില്ലാത്തതായിട്ടുള്ള, വിത്തൗട്ട് എനി ബൗണ്ടറീസ്, വിത്തൗട്ട് എനി സ്റ്റോപ്പ്, വിത്തൗട്ട് എനി ബിഗിനിങ്.
അനാദ്യന്തമില്ലാത്ത വേദാന്ത സത്യം സ്വയം സ്വപ്രകാശസ്ഥിതം നിത്യമാകും. അജം ജന്യമല്ലാത്ത വേദാന്തസാരം നിജം നിർമ്മലം നിത്യചൈതന്യമാകും. അനാദി അന്തം ഇല്ലാത്തതായിട്ടുള്ള ഈ വേദാന്തം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വരൂപം എന്നർത്ഥം. ഇറ്റ് ഈസ് നോട്ട് അറ്റ് ഓൾ എ ശാസ്ത്ര, ഇറ്റ് ഈസ് ദി അനുഭവം വി ഗെറ്റ് ഫ്രം ശാസ്ത്ര. ശാസ്ത്രയോനിത്വാത്. ത്രൂ ശാസ്ത്ര യു ആർ സീയിങ് യുവർ സെൽഫ്. ബോർഡ് വായിക്കാതെ തന്നെ നമ്മൾ ചിലപ്പോൾ തിരുവനന്തപുരത്ത് എത്തും, ബോർഡ് വായിച്ചും എത്തും, ബോർഡ് വായിക്കാതെ തിരുവനന്തപുരത്ത് എത്തിയതും ബോർഡ് വായിച്ചെത്തിയതും എത്തിക്കഴിഞ്ഞാൽ ദർ ഈസ് നത്തിങ്. എത്തിക്കഴിഞ്ഞാൽ ഒരു ഹാപ്പിനെസ്. ഞാൻ ബോർഡ് വായിച്ചിട്ടാണ് വന്നതെന്നൊരു അഭിമാനം അയാൾക്കും ഇല്ല, ഞാൻ ബോർഡ് വായിക്കാതെ വന്നു എന്നൊരു അഭിമാനം അയാൾക്കും ഉണ്ടാവില്ല. ശാസ്ത്രയോനിത്വാത്. ശാസ്ത്രത്തിൻ്റെ ഉള്ളിലൂടെ നമ്മൾ കാണണത് അതാണ്. വർണ്ണാശ്രമാചാരധർമാഹ വർണ്ണാശ്രമം ആചാരം. എനിക്കൊരു ആചാരവുമില്ല. എല്ലാ ആചാര അനുഷ്ഠാനങ്ങളും ഒക്കെ ഇരിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ തൻ്റെ സ്വരൂപത്തെ അറിയാൻ വേണ്ടിയിട്ട്, തൻ്റെ നിജസ്വരൂപത്തെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് മാത്രമാണ് വച്ചിരിക്കുന്നത് ഈ സാധന പദ്ധതികളും എല്ലാം. ഇത് ഞാനല്ല, എനിക്ക് ആചാരമില്ല, ഞാൻ ആചാരവുമല്ല. ഈ ആചാരവും ധർമ്മവും ഒക്കെ വച്ചിരിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ഈ വേൾഡ്ലി ലൈഫിൽ നിന്ന് നമുക്കൊരു റിലീഫ് വേണ്ടിക്കും. അല്ലെങ്കിൽ നമ്മളൊക്കെ പോയി ഈ വേൾഡ്ലി ലൈഫിൽ പോയി വീണു പോകും. രമണ മഹർഷി തന്നെ ഒരാൾ വന്ന് മഹർഷിയുടെ അടുത്ത് ചോദിക്കുകയാണ്, ഭഗവാനെ എല്ലാ ടീച്ചിങ്ങും ഒക്കെ മനസ്സിലാവണുണ്ട്, പക്ഷേ ഈ മനസ്സ് നിൽക്കണില്ല. മനസ്സ് ഈ വേൾഡ്ലി പർപ്പസിലേക്കും വേൾഡ്ലി ലൈഫിലേക്കും പൊയ്ക്കൊണ്ടേയിരിക്കുകയാണ്. ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു. ഭഗവാൻ ചിലതിനൊക്കെ മൗനം പാലിക്കും, ഒന്നും മിണ്ടിയില്ല. 2 ദിവസം കഴിഞ്ഞപ്പോൾ മഹർഷിയുടെ അടുത്ത് ഇദ്ദേഹം ഉള്ളപ്പോൾ ഒരു ചെറിയ ബേസ് ബോർഡ് പെട്ടിക്കകത്തുനിന്ന് അണ്ണാങ്കുഞ്ഞുങ്ങളെ എടുത്ത് ഒന്ന് തുറന്നതും ഒരണ്ണാങ്കുഞ്ഞ് വെളിയിൽ ചാടുന്നു. അപ്പോൾ അതിനടുത്ത് അകത്തിടുമ്പോൾ അടുത്തത് ചാടുന്നു, അടുത്തത് പിടിച്ച് അകത്തിടുമ്പോൾ അടുത്തത് ചാടുന്നു. ഇങ്ങനെ ഇരുന്നിട്ട് മഹർഷി ഇതെല്ലാത്തിനെയും പിടിച്ച് അടച്ചു വച്ചിട്ട് പറയാണ് ഇയാളടുത്ത്, இந்த அணில் குஞ்சுக்கு தெரியாது வெளி உலகத்தில் இதை சாப்பிட்றதுக்கு பூனை இருக்குன்னு தெரியல. വെളിയിൽ ഇതിനെ കഴിക്കാൻ ഒരു പൂച്ച ഇരിക്കുകയാണ്, കറങ്ങുകയാണെന്ന് ഇതിനറിയില്ല. അതുകൊണ്ട് ഇത് വെളിയിൽ ചാടിക്കൊണ്ടിരിക്കും അത്ര. ഇതുപോലെയാണ് ഈ മനസ്സ്. നോക്കൂ, ഭഗവാന്റെ റിപ്ലൈ ഒക്കെ നമ്മൾ ശ്രദ്ധിക്കണം. നോക്കൂ, ഒരു ചോദ്യത്തിന് ഒരു ഉത്തരം കൊടുത്തു കഴിഞ്ഞാൽ ദാറ്റ് ഉത്തരം വിൽ ഓൾസോ ക്രിയേറ്റ് കൺഫ്യൂഷൻ. സോ ഭഗവാൻ എന്ത് ചെയ്യണു? കൺവിക്റ്റഡ് ആയിട്ട് ദൃഷ്ടാന്ത സഹിതം കാണിച്ചു കൊടുക്കണം. ഇതുപോലെയാണ് മനസ്സ്. ഒന്നിന്ന് പിടിച്ച് നമ്മൾ ഇടുമ്പോൾ അടുത്തതിലെടുത്ത് ചാടും, അടുത്തതിൽ നിന്ന് പിടിച്ചിടുമ്പോൾ അടുത്തതിലെടുത്ത് ചാടും. വെളിയിൽ അപകടം ഇരിക്കണു എന്ന് മനസ്സിന് അറിയില്ല. എപ്പോൾ അപകടത്തെ തൊട്ടോ, എപ്പോൾ ഒരു കുട്ടി പോയി ഒരു തീയിൽ കൈവച്ച് കഴിഞ്ഞാൽ തുടരുതടാ എന്നാണ് അമ്മ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ എപ്പോൾ തൊട്ട് കഴിഞ്ഞു പൊള്ളിയോ, നമ്മുടെ സ്വാമി എപ്പോഴും പറയും ഒരു പാട്ട്, സ്വാമിയുടെ അടുത്ത നാട്ടിൽ എപ്പോഴും കേൾക്കണ ഒരു പാട്ടാണ് അത്രയെന്ന് പറയും അത്ര. ചട്ടി ചുട്ടുതടാ കയ്യ വിട്ടുതടാ. ചട്ടി നല്ല പൊള്ളിയപ്പോൾ പിന്നെ പിടിച്ചുകൊണ്ടിരിക്കുമോ, ഞാൻ ശാസ്ത്രം വായിക്കട്ടെ എന്ന് പറയുമോ? ഇല്ല, കയ്യും കൊണ്ട് വിട്ടു. അതുപോലെ ഈ സംസാര താപത്തിൽ നിന്നും നമ്മളെ ആ താപത്തിൽ നിന്ന് കുറച്ചായിട്ട് നമ്മളെ ബാക്ക്വേർഡിലേക്ക് വലിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ആചാരധർമ്മങ്ങളും ഒക്കെ ഇരിക്കുന്നത്. ധർമാനുഷ്ഠാനം ഒക്കെ എന്തിനാണെന്ന് വെച്ചാൽ, ഇല്ലെങ്കിൽ നമ്മൾ നോക്കൂ, ഇത്രയധികം നിയമങ്ങൾ വച്ചിട്ടുകൂടെയും എവിടെയെങ്കിലും പൂർണ്ണമായിട്ട് നിയമപരിപാലനം നടക്കുന്നുണ്ടോ? ഇതിനെ നമുക്ക് അടക്കാൻ പറ്റണില്ല. പണ്ട് നിയമം എത്രത്തോളം നിയമം കൂടിയോ അത്രത്തോളം ക്രൈം കൂടിക്കൊണ്ടിരിക്കുകയാണ്. എത്രത്തോളം നമ്മൾ ഒരു മണ്ണിനെ പിടിച്ചിങ്ങനെ ഹോൾഡ് ചെയ്യോ അത്രത്തോളം ഇറ്റ് വിൽ കം ഔട്ട് വിത്ത് ദി സെയിം പ്രഷർ. അതുപോലെ ഈ ധർമ്മം അനുഷ്ഠാനം ഒക്കെ നമ്മളെ ഒരു ചട്ടക്കൂടിൽ നിർത്താൻ വേണ്ടിയിട്ടാണ് വേൾഡ്ലി ലൈഫിൽ നമുക്കൊരു
കൺട്രോൾഡ്, ഒരു കൺട്രോൾ വരാൻ വേണ്ടിയിട്ട്, ഒരു 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 കൺട്രോളിങ് കപ്പാസിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഈ ധർമ്മം ഒക്കെ ഇരിക്കണത്. അതുകൊണ്ട് ആ ധർമ്മം ഞാനല്ല, എനിക്ക് വേൾഡേ ഇല്ല, പിന്നെ എങ്ങനെ ധർമ്മം? ധർമ്മം യു ഹാവ് ടു പെർഫോം ഇൻ ദി വേൾഡ്. ഹിയർ ദർ ഇസ് നോ വേൾഡ് ഈസ് സീയിങ്, ദർ ഇസ് നത്തിങ്. സോ ഐ ആം നോട്ട് ദി ധർമ്മ, ഞാൻ ധർമ്മവും അല്ല. തുടർന്ന് നമുക്ക് നാളെ കാണാം.